ഹായ് ഹലോ നമസ്കാരം. ഫുഡിൻ്റെ മറ്റൊരു ടേസ്റ്റി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും കുറച്ച് നല്ല അടിപൊളി ഓസ്ട്രിയൻ ടേസ്റ്റസ് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഫുഡിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷീതൾ. ഫുഡീസിന് തന്നെ ഒരു പാരഡൈസാണ് ഓസ്ട്രിയ. നല്ല ക്രിസ്പി ഷ്നിറ്റ്സൽസ് മുതൽ സ്വീറ്റ് സ്ട്രൂഡൽസ് വരെ, കേക്കും കോഫിയൊക്കെ ആണെങ്കിൽ ഒരു വേറെ ലെവൽ തന്നെയാണ്. ഒരു ടോപ്പ് 10 ഫുഡ് ഐറ്റത്തിൻ്റെയൊക്കെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. പക്ഷേ എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷ്നിറ്റ്സൽ എന്ന് പറയുന്നൊരു വിഭവമാണ്. വിയന്നയിലെ അല്ലെങ്കിൽ ഓസ്ട്രിയൻ ഫുഡ്സിലെ തന്നെ രാജാവ് എന്ന് വിളിക്കാവുന്ന ഒന്നാണ് വീനർ ഷ്നിറ്റ്സൽ. പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു നല്ല ക്രിസ്പി ഗോൾഡൻ വീൽ കട്ട്ലേറ്റ് ആണ്. നല്ല ലൈറ്റായിട്ട് ബ്രെഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്. ചിലത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ട്രഡീഷണലി ഉണ്ടാക്കുമ്പോൾ പോർക്ക് ഫാറ്റിനകത്തൊക്കെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നതെന്ന്. യൂഷ്വലി അത് സെർവ് ചെയ്യുന്നത് പൊട്ടറ്റോ സാലഡ് അല്ലെങ്കിൽ ലിങ്കൻബെറി ജാം ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഓസ്ട്രിയയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മുടെ ഷ്നിറ്റ്സൽ. യൂഷ്വലി ചെയ്യുന്നത് അല്ലെങ്കിൽ വീലിൻ്റെ മീറ്റ് അല്ലെങ്കിൽ ചിക്കൻ മീറ്റൊക്കെയാണ്. പോർക്ക് വെറൈറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ഒതൻറ്റിക് കടകളല്ലാതെ ഇപ്പം നമുക്ക് യൂഷ്വലി എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പല വെറൈറ്റീസ്, ഇപ്പം ടർക്കി മീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ സ്റ്റഫ് ചെയ്ത് അങ്ങനെ പല മിക്സ്ഡ് വെറൈറ്റീസും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിയന്നയിലെ തന്നെ ഏറ്റവും ക്ലാസിയും ട്രഡീഷണലുമായിട്ടുള്ള പ്ലഷൂട്ട എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ് ഞങ്ങൾ ഷ്നിറ്റ്സൽ ട്രൈ ചെയ്തത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒരു ഫാൻസി ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ഒന്നും അല്ല ഇത്. ലൈക്ക് നല്ല ക്ലാസി, ഒരു പ്യുവറായിട്ടുള്ള റോയൽ ഓസ്ട്രിയൻ ഫുഡ്സ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഓർഡർ ചെയ്തത് പൊട്ടറ്റോ സാലഡാണ്. കുക്കുംബർ സാലഡും ട്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തു. ട്രഡീഷണലി പൊട്ടറ്റോ സാലഡാണ് ഇതിൻ്റെ കൂടെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഞാൻ സാധാരണ കഴിച്ചിട്ടുള്ളത് പോലത്തെ ഒരു ക്രീമി വേർഷനൊന്നും അല്ല. ഒരു നല്ല ലൈറ്റ് ടാങ്ങി, ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെയുള്ള ഒരു ഫ്ലേവറാണ്. ഒരു നല്ല കംഫർട്ട് ഫുഡാണ് ഈ പൊട്ടറ്റോ സാലഡ്. ഷ്നിറ്റ്സൽ പോലെ ഒരു ഹെവി മീറ്റായിട്ടൊരു ഡിഷൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു അസ്തറ്റിക് ഫ്ലേവർ നമുക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് തരുന്നുണ്ട്. പിന്നെ കുക്കുംബർ സാലഡ്, ക്രീം കുക്കുംബർ ഡിൽ സാലഡ്, ഫ്ലേവർ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ലെയേർഡായിട്ടുള്ള ഒരു ഡിഷായിരുന്നു. നമ്മുടെ സാധാരണ പച്ച കളറിലെ സാലഡല്ല കേട്ടോ, നല്ല ക്രീമി സാലഡാണ്. ഡില്ലിൻ്റെ ആ ഒരു ഫ്രഷ് ഹെർബി സ്മെല്ല് കൂടി ആകുമ്പോൾ സംഭവം അടിപൊളി. ഈ മീറ്റ് ഡിഷൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പാലറ്റ് ക്ലെൻസർ പോലെ ഈ ഒരു സാലഡ്സ് വെരി ഹെൽപ്ഫുള്ളാണ്. കൂട്ടത്തിൽ ഓർഡർ ചെയ്ത മറ്റൊരു ഡിഷാണ് റോസ്റ്റഡ് കാഫ് ലിവർ. ശരിക്കും പറഞ്ഞാൽ നല്ല ബോൾഡായിട്ടുള്ളൊരു ഡിഷാണ്. ലിവറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു ഡിഷാണ്. ഒരു റിച്ച് ബ്രൗൺ വീൽ ലിവർ, അത് നമ്മുടെ കുഞ്ഞുള്ളി ഷാലറ്റ്സും മാർജറാം ഗ്രേവിയും കൂടെയാണ്. ഒരു മാർജറാം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ മിൻറ്റ് പോലെയുള്ള ഒരു ഹെർബാണ്. അതിൻ്റെ ഒരു ഗ്രേവി മിൻറ്റിൻ്റെ ഫാമിലിയിലുള്ള ഒരു ഹെർബാണ്. അതിൻ്റെ ഒരു സോസ്, ഈ ഉള്ളിയും ഇതും കൂടെയൊക്കെ ഇട്ട ഒരു സോസ്. ഈ സോസിൽ നന്നായിട്ടിത് സോട്ടേ ചെയ്തെടുത്തേക്കാണ്. ഈ ലിവറിൻ്റെ ക്രീമി ആൻഡ് എർത്തി ഒരു ഇൻറ്റൻസ് ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഈ ഒരു സോസും കൂടി ആകുമ്പോൾ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ അവർ റൈസ് തരുന്നുണ്ട്, വൈറ്റ് റൈസ്. നല്ല ബട്ടറി വൈറ്റ് റൈസാണ്. അപ്പം ഈ ഫ്ലേവർ നല്ല ഈ സോസ് കൂട്ടി കഴിക്കുമ്പോൾ അതെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാം നല്ല ഒരു വാം ട്രെയിലാണ്. അപ്പോൾ ഇതിൻ്റെ ചൂട് പോകാതിരിക്കാനായിട്ട് നല്ലൊരു വാം ട്രെയിലാണ് ഇത് സെർവ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസിക് ഓസ്ട്രിയൻ ഡിഷിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഐറ്റം അല്ല, പക്ഷേ ഒരു ക്യൂരിയോസിറ്റി കാരണം ഓർഡർ ചെയ്തൊരു ഡിഷാണിത്. എനിക്ക് പേഴ്സണലി ലിവർ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ട്രൈ ചെയ്ത മറ്റൊരു ഡിഷാണ് ഗൂസ് ലിവർ ക്രം ബ്രൂലെ.
ഇതിപ്പം കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഇത് ഡെസേർട്ടാണോ ഒരു സേവറി ഡിഷാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ബൈറ്റ് തന്നെ അടിപൊളി. നല്ല സോഫ്റ്റ് ബട്ടറി ടെക്സ്ചറാണ്, കുറച്ച് ക്യാരമലൈസ്ഡ് ടോപ്പ് ഉണ്ട്. അത് ക്രാക്ക് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഫൺ. ഒരു ഗൂസ് ലിവറിൻ്റെ ഒരു റിച്ച്നെസ്സും അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ഒരു കോംബോ ആയിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ ബ്രെഡിൻ്റെ വെറൈറ്റീസ് സെർവ് ചെയ്തിരുന്നു. അതിൽ തന്നെ ഓസ്ട്രിയയിലെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് സെമ്മൽ. ഒരു ഓസ്ട്രിയൻ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ഡിന്നർ റോളൊക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു ബ്രെഡാണ്. ഈ നമ്മുടെ ഈ ബട്ടറി ഗ്രേവീസൊക്കെ മോപ്പ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആണ് ഇങ്ങനത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെയൊക്കെ. നല്ല ക്രിസ്പി ഔട്ട്സൈഡ് ആണ്, സോഫ്റ്റ് ഇൻസൈഡ്, സിമ്പിൾ ബട്ട് ലവ്ലി. മെയിൻ ഡിഷ് പറഞ്ഞുകൊണ്ടിരുന്നപ്പം പറയാൻ വിട്ടുപോയ കാര്യമാണ്, നമ്മൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തിരുന്നു. നല്ല ഫ്രഷ് ജ്യൂസ്, ഓസ്ട്രിയൻ ബിയർ, നല്ല വൈനൊക്കെ കൂടെ ഓർഡർ ചെയ്തിരുന്നു. നല്ല വൈനിൽ ഇഷ്ടപ്പെട്ടത് നല്ല സ്പാർക്ലിംഗ് വൈനിൽ എൽഡർ ഫ്ലവർ എസൻസ് ഉള്ള ഒരു നല്ല സൂപ്പർ സ്പാർക്ലിംഗ് വൈനാക്കിയിട്ട് ഹോളർസ്കെറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നതെന്ന് വിശ്വസിക്കുന്നു. ജർമ്മൻ പ്രൊനൗൺസിയേഷൻ ആ ഒരു കാര്യത്തിൽ വളരെ പുറകോട്ടായിരുന്നു. കടയിലൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടി സാധനങ്ങളൊക്കെ കാണിച്ച്, പിന്നെ ജർമ്മൻ അറിയാവുന്ന ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ഭാഗം രക്ഷപ്പെട്ടു. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, മിക്സ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, നല്ല പതയുള്ള ടാപ്പ് ബിയറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിവറേജിൽ ഓർഡർ ചെയ്ത് എല്ലാ ഫുഡും കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് മെലാങ് എന്ന് പറയുന്ന വിയനീസ് കോഫി. വിയനീസ് സിഗ്നേച്ചർ കോഫിയാണ് മെലാങ്. ഓസ്ട്രിയൻ കഫേകളുടെ ഒരു ആത്മാവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഒരു ക്യാപ്പച്ചിനോ ഒക്കെ പോലെ ആണെങ്കിലും വളരെ ഒരു വെൽവെറ്റി ഫീലാണ്. എക്സ്പ്രസ്സോ ആണ്, സ്റ്റീംഡ് മിൽക്കും ഫോമും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഈ ഒരു കോഫിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലഷ്യൂട്ടയിൽ നിന്ന് ഈ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഡെമൽ എന്ന് പറയുന്ന ബേക്കറിയിലേക്കാണ്. ഡെമൽ എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ, പ്രത്യേകിച്ച് വിയന്നയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹിസ്റ്റോറിക്കൽ ബേക്കറിയാണ്. ഒരു റോയൽ പാറ്റിസറി ആയിരുന്നു. ലിറ്ററലി രാജാവിനും രാജ്ഞിക്കും ഒക്കെ കേക്കും കൺഫെഷണറീസും ഒക്കെ കൊടുത്തിരുന്നത് ഇവിടെ നിന്നായിരുന്നു എന്നാണ് വായിച്ചിരിക്കുന്നത്. നല്ലൊരു കഫേ ആംബിയൻസിനും നല്ല ക്ലാസിക് ഡെസേർട്ട്സിനും ഒക്കെ പേര് കേട്ട ഒരു ബേക്കറിയാണ് ഡെമൽ. കഫേയിലെ സീറ്റിങ്ങിന് വേണ്ടി ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ ക്യൂ തന്നെയുണ്ട് കഫേയിൽ കയറാൻ വേണ്ടി. അവിടെ ഇരുന്ന് രുചികൾ ആസ്വദിക്കാൻ വേണ്ടി നല്ലൊരു വലിയ ക്യൂ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബേക്കറിയുടെ അകവശത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ സ്റ്റൈൽ ഡെക്കറാണ്. എന്താ പറയുക, ഒരു ലൈറ്റ് ക്ലാസിക് മ്യൂസിക്, ഒരുപാട് ട്രഡീഷണൽ ഓസ്ട്രിയൻ ഡെസേർട്ട് ഇങ്ങനെ ഇവിടെ ഈ ചില്ല് അലമാരികളിൽ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. നല്ല ചോക്ലേറ്റ് കേക്കും സാഹർത്തോത്തയൊക്കെ ഉണ്ട്. സാഹർത്തോത്തയെ പറ്റി മുമ്പോട്ട് പറയാം. ഡെസേർട്ട്സ്, ചോക്ലേറ്റ് കേക്ക്സ്, ചോക്ലേറ്റ്സ് അതൊക്കെ ഇവിടെ ഡിസ്പ്ലേക്കും ഒപ്പം തന്നെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ശരിക്കും ഡെമലി പോയിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ കൈഷഷ്മാൻ എന്ന് പറയുന്ന ഒരു ഡിഷ് കഴിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാൻ കേക്കിൻ്റെ മറ്റൊരു വേർഷനാണിത്. ശരിക്കും ഷ്രെഡഡ് പാൻ കേക്ക് നന്നായി ക്യാരമലൈസ് ചെയ്ത് അതിൻ്റെ മുകളിൽ നല്ല ഷുഗറൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് ഒപ്പം തന്നെ ഈ ഫ്രൂട്ട് കമ്പോട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു സൈഡ് വിൻഡോ ഇതിൻ്റെ ടേക്ക് അവേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അകത്ത് കയറാനുള്ള ക്യൂവിൽ നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടും ഇവിടെ സൈഡിൽ നിന്നാൽ ഈ ഒരു ഡിഷ് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ളത് കൊണ്ടും ഞങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്ത് അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തുകൂടെ ഇങ്ങനെ നടന്നു. ശരിക്കും ഡെമൽ ഒരു സിമ്പിൾ ബേക്കറി മാത്രമല്ല, ഒരു ഹിസ്റ്റോറിക് എക്സ്പീരിയൻസ് കൂടെയാണ്. ഓസ്ട്രിയയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഓസ്ട്രിയയുടെ തന്നെ സ്പെഷ്യൽ ഐറ്റമായ സാഹർ ടോർത്തെ എന്ന കേക്ക് വാങ്ങിക്കാനാണ്. ചോക്ലേറ്റ് പ്രേമികൾക്ക് വിയന്നയുടെ ഒരു സമ്മാനമാണ് സാഹർ ടോർത്തെ. സാച്ചർ ടോർട്ട് അല്ലെങ്കിൽ സാഹർ ടോർത്തെ എന്നിങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കേട്ടിട്ടുണ്ട്. ജർമ്മൻ ശരിക്കറിയാവുന്ന ആളുകൾ സാഹർ ടോർത്തെ എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഇത് ശരിക്കും ഒരു ചോക്ലേറ്റ് കേക്കാണ്. നല്ല സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് ലെയറിൻ്റെ ഇടയിൽ നല്ല തിൻ ലെയർ ഓഫ് ആപ്രിക്കോട്ട് ജാം, അതിൻ്റെ എല്ലാം മേലെ നല്ല ഗ്ലോസി ചോക്ലേറ്റ് ഗ്ലേസ്. എലഗൻറ്റ് ആൻഡ് റിച്ച്, ജസ്റ്റ് ലൈക്ക് ഓസ്ട്രിയൻ കൾച്ചർ. ഞങ്ങൾക്ക് കേക്ക് കഴിക്കാനുള്ളൊരു സാവകാശമില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ സാഹർട്ടത്തെ കേക്ക് വാങ്ങി
വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ അതുപോലെ തന്നെ ട്രൈ ചെയ്ത മറ്റൊരു ഐറ്റമാണ് ഐഡ ബേക്കറിയിലെ കേക്കുകൾ. വിയന്നയിലെ റെട്രോ സ്റ്റൈൽ കോഫി ഹൗസാണ് ഐഡ ബേക്കറി. ഇവിടുത്തെ കേക്കുകളെ പറ്റി കേട്ടതനുസരിച്ചിട്ടാണ് കുറേ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നടുക്ക് കാണുന്ന കാർഡിനൽ സ്ലൈസ് എന്ന് പറയുന്നൊരു ഐറ്റമാണ്. ശരിക്കും ഒരു നല്ല ഫെദറി ലൈറ്റ് സ്പോഞ്ച് പോലത്തെ ഒരു ക്രീമാണ്, നല്ല ലൈറ്റ് എയറി ക്രീം. അത് കോഫി വാനില ഫ്ലേവറിലൊക്കെ ഉണ്ട്. പിന്നെ വിയന്നയുടെ തന്നെ സ്പെഷ്യൽ ഒറിജിനൽ മൊസാർട്ട് കേക്ക് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ട്, ഐഡയുടെ ചോക്ലേറ്റ് സ്ലൈസ് ഉണ്ട്. അങ്ങനെ കുറേയേറെ വെറൈറ്റീസ്. കരിമ്പുന്തോട്ടത്തിൽ കയറിയ അവസ്ഥയായിരുന്നു ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. എല്ലാത്തിൽ നിന്നും കുറേശ്ശെയൊക്കെ എടുത്ത് ടേസ്റ്റ് നോക്കി എല്ലാ രുചികളും ഒന്ന് ചെറുതായിട്ടൊന്ന് ആസ്വദിച്ചു. ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ആപ്പിൾ സ്ട്രൂഡൽ തന്നെയാണ്. എൻ്റെ ടോപ്പ് 10 ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഡിസേർട്ട് ഐറ്റമായിരുന്നു ആപ്പിൾ സ്ട്രൂഡൽ. അത് കഴിക്കാൻ പറ്റിയില്ലെന്നുള്ള വിഷമത്തോടെ അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് എയർപോർട്ടിൽ ആപ്പിൾ സ്ട്രൂഡലിൻ്റെ ഒരു ബോർഡ് കണ്ടത്. ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് വാങ്ങിച്ചു. ശരിക്കും ആപ്പിൾ സ്ട്രൂഡൽ എന്ന് പറയുന്നത് നല്ല ഫ്ലേക്കി പേസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. നല്ല ആപ്പിൾ സോസും അതിൽ റേസിൻസും നല്ല കറക്റ്റ് എമൗണ്ട് ഓഫ് സിന്നമണൊക്കെ ചേർത്ത് നല്ല ലെയേഴ്സ് ഓഫ് ക്രിസ്പി പേസ്ട്രിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് മേളി പൗഡേർഡ് ഷുഗറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ നമുക്ക് വിളമ്പി തരും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വാനില ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു വിപ്പ് ക്രീമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഗുമ്മും കൂടെ കിട്ടിയേനെ. പക്ഷേ ഒന്നും വേണ്ട, ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും രുചിച്ചു നോക്കാൻ കഴിയാതെ പോയ കുറേയേറെ ഐറ്റംസും കൂടെ ലിസ്റ്റിലുണ്ട്. ഇനി എന്തെങ്കിലും ഒരിക്കൽ കൂടി പോകുമ്പോൾ അതൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്നു. ഓസ്ട്രിയൻ രുചികൾക്ക് താൽക്കാലികമായ ഒരു വിരാമം ഇട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാനും വിടവാങ്ങുകയാണ്. ടേക്ക് കെയർ ആൻഡ് എൻജോയ്.